ഞങ്ങളൊക്കെ കൂടിയാ തന്നെ മന്ത്രിയാക്കിയെന്ന കാര്യം മറക്കരുത് കേട്ടോ. വയ്ക്കട്ടെ. പോയ കാര്യം എന്തായി? ലൈസൻസ് കിട്ടും. എന്റെ ഒരു അമ്മാവനുണ്ട് കായംകുളത്ത്. കണ്ണും ചെവിയൊന്നും കേൾക്കില്ല. പുള്ളിയുടെ പേരിലെടുക്കാം. യെസ്. ആഹാ, താനെങ്ങനെ ഇവിടെ എത്തി? ആ പിന്നെ നമ്മുടെ ചിട്ടി കമ്പനിയിലായിരുന്നു. ഓഹോ. കമ്പനി പൊളിഞ്ഞപ്പോ എന്നെ പോലെ തന്നെ ഇവരും കഷ്ടത്തിലായി. കമ്പനി പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. തന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. സമ്പന്നന്മാർ കുളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. പാവപ്പെട്ട കുറെ മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കിയ കാശാതാണ് തട്ടിയെടുത്ത്. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അനുഭവം വേറെ ആയിരിക്കും. എന്റെ പൊന്നനിയാ, ഞാൻ ഇനി എന്ത് ചെയ്യാനാ? എല്ലാം ഞാൻ കോടതി പ്രസന്റ് ചെയ്തതാ. കോടതി എന്നെ IP ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഒരുത്തനും ഞാൻ ഇനി കടം വീട്ടേണ്ടതില്ല. IP 5 സ്റ്റാർ ഹോട്ടലിൽ സ്കോച്ച് കുടിക്കുന്ന പാപ്പര്, നാട്ടുകാരുടെ പണം പറ്റിച്ചെടുത്ത് കള്ളക്കണക്കുണ്ടാക്കി നഷ്ടം കാണിക്കുന്ന കുറെ കമ്പനികൾ, അതും വല്ലവന്റെയും പേരിൽ. ഇവിടെ നിന്ന് ബഹളം വയ്ക്കരുത്. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ താൻ ജോലിക്ക് കയറുന്നത്. ഡേവിഡ് ആണ് തന്നെ പരിചയപ്പെടുത്തിയത്. അയാൾ മരിച്ചുപോയി. ഇനി എന്തെങ്കിലും ഉണ്ടേ കോടതി ചെല്ല്. ഓ വേണ്ട, അല്ലാതെ തന്നെ നിങ്ങളെ ഞാൻ നേരിടും. നിയമം വളച്ചൊടിച്ച് കോടതി മുമ്പിൽ നിങ്ങൾ പാപ്പറായിട്ടുണ്ടാകാം. പക്ഷെ RK നമ്പ്യാരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എവിടെയാണെന്നും ആരുടെയൊക്കെ പേരിലാണെന്നും ഇവിടുത്തെ നാട്ടുകാർക്കറിയാം. നിങ്ങളുടെ കള്ളത്തരങ്ങളെ കുറിച്ചുള്ള കുറെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ നിരത്തി തന്നെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും. ഇത്രയും നേരം വൈകാൻ എന്ത് പറ്റിയാവും? നീ ആവശ്യമില്ലാതെ അവനെ കുറ്റപ്പെടുത്തത് കേട്ടോ. ഞാൻ എപ്പോഴാ കുറ്റപ്പെടുത്തിയത്? നീ എപ്പോഴും അവനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല. ഇവിടെയുള്ളവർക്കാർക്കും എന്റെ വിഷമം മനസ്സിലാവാത്ത. നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്ന എന്തിനാ? അച്ഛൻ പോയി കിടന്നേ, പുറത്ത് മഞ്ഞുണ്ട്. എന്തോ ഉറക്കം വരുന്നില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ. അവനെവിടെയെങ്കിലും ഒളിച്ചു നിൽപ്പുണ്ടോ? എന്റെ പൊന്നു വക്കീലെ, അവന് വട്ടാണ്. ശിക്ഷ അനുഭവിക്കുന്ന എനിക്കൊരു പ്രയാസമില്ല. പിന്നെന്താ അവനിത്ര വിഷമം? അപ്പീൽ കൊടുക്കണം, എന്നെ പുറത്തിറക്കണം. അവൻ അങ്ങനെ പലതും പറയും. ഇനി എന്നെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറ്റം ചെയ്ത് അവനാണെന്നൂടെ പറയും. മണ്ടൻ വക്കീൽ അതൊന്നും ശ്രദ്ധിക്കണ്ട. അവനല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? കടം വീട്ടണം, അനിയത്തെ കല്യാണം കഴിച്ച് അയക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേ തീരുന്നു വെച്ചാൽ എന്ത് ചെയ്യും? വക്കീൽ ഇവിടെ വരെ വന്നുകൊണ്ട് പറയാ, ഇനി എന്നെ കാണാനായിട്ട് വരണ്ട എന്ന് അവനോട് പറയണം. ജനാർദ്ദൻ ഇനി വരില്ല. ഇന്നലെ രാത്രി അയാൾ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാവിലെ റെയിൽവേ ട്രാക്കിലാണ് ബോഡി കണ്ടത്. രാത്രിയിൽ ഏതെങ്കിലും ട്രെയിനിന്റെ മുമ്പിൽ എടുത്തിയാടിയിരിക്കും. തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു.
ഈ മാറ്റർ ഇന്നത്തെ പത്രത്തിൽ കൊടുക്കണ്ടെന്ന് സാർ പറഞ്ഞോ? പറഞ്ഞു. നാളെ ഇത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോഴേക്കും എല്ലാ പത്രത്തിലും വന്നു കഴിയും. വരട്ടെ. എത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്കിത് കിട്ടിയെന്ന് സാറിന് അറിയോ? മറ്റാർക്കും ഇത്രയ്ക്ക് ഫോട്ടോസ് കിട്ടിയിട്ടില്ല. മാനസിരിക്കൂ. ഇതിലിത്ര അപ്സെറ്റ് ആവാനൊന്നുമില്ല. ജേർണലിസം പഠിച്ച് പുറത്തു വരുന്നവർക്കൊക്കെ തുടക്കത്തിലുണ്ടാവുന്ന ഒരു ആവേശമാണിത്. വിഷമം പിടിച്ച വാർത്തകൾക്ക് പിന്നാലെ പായുക, ചൂടാറുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിക്കുക. അത് തെറ്റാണെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? തെറ്റാണെന്നല്ല, പക്ഷേ സ്ഥലവും സന്ദർഭവും മാറിപ്പോയാൽ അത് തെറ്റായിട്ട് വരും. മാനസിക്ക് മനസ്സിലായില്ല? ഇല്ല. താൻ ഈ പത്രത്തിലെ ഒരു സ്റ്റാഫാണ്. വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് താൻ കൊണ്ടുവരുന്നൊരു വാർത്ത നമ്മുടെ ഡയറക്ടർ ബോർഡിന്റെ താല്പര്യങ്ങൾക്കെതിരാണെങ്കിൽ അത് നമ്മുടെ പത്രത്തിൽ വരില്ല. ഹലോ, അത് എഡിറ്ററാണ്. ബെൻ എഴുതിയ? അതെ, ശരണാലയം. അതിന് സാഹിത്യ അക്കാദമി അവാർഡോ? ആയിരിക്കുമല്ലോ. നല്ല നോവലായോണ്ടാണല്ലോ അവാർഡ് കിട്ടിയത്. ഗ്രന്ഥകർത്താവിന്റെ ഡീറ്റെയിൽസ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കൂ. സർ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത്തവണത്തെ അവാർഡ് ശരണാലയത്തിനായിരിക്കുമെന്ന്. എന്ത് ശക്തമാണ് ആ ഭാഷ! അത്തരം ഒരു തീം നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. റിയലി ഫാന്റാസ്റ്റിക്. എവിടുത്തുകാരനാണ് ഈ ബെൻ? അതറിയില്ല. ആദ്യത്തെ നോവലായതുകൊണ്ട് പത്രക്കാരൊന്നും അയാളെ പുറകെ പോയി തുടങ്ങിയിട്ടുണ്ടാവില്ല. ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്യണമല്ലോ. 1 സെക്കൻഡ്. എക്സ്ക്യൂസ് മീ ഒന്ന് മാറിക്കേ. ഹലോ, ശരണാലയത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ വന്നാൽ മതി. ഇവിടെ കോപ്പിയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഹലോ, പറയൂ മാഡം. ഒരു മിനിറ്റ്. എന്താ എഴുതിയ വേറെ ഏതെങ്കിലും പുസ്തകം ഉണ്ടോ ഇവിടെ? ബെൻ എന്നയാൾ ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ. അതിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. നാളെ വരും. പോകൂ. ഒരാൾക്കൊരു അവാർഡ് കിട്ടിയെന്ന് വെച്ച് ഇങ്ങനെ ഒരു ബഹളമുണ്ടോ? പിന്നെ നാണല്ലേ, ശരണാലയത്തിന്റെ കോപ്പികൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പുറത്തൊരു ബോർഡ് എഴുതി വെക്കൂ. പറയൂ മാഡം. അഡ്രസ്സോ എഴുതിക്കോളൂ. മിസ്റ്റർ ബെൻ, കെയർ ഓഫ് അഡ്വക്കേറ്റ് PS നെന്മാറ. നെന്മാറയല്ല, അതിന്റെ അപ്പുറത്തെ പാറയാലും ശരി. വാടകക്കാരും നിലയ്ക്ക് നിൽക്കണം. അല്ലേ, ചിലക്കരുത്. ഈ നാട്ടിൽ വേറെ വീട് കിട്ടാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. നിങ്ങളെ മോഹം വന്ന് കാല് പിടിച്ചിട്ടാ. മീൻ കഴുകിയ വെള്ളം താൻ എന്റെ തലയിൽ ഒഴിക്കുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ലടോ. ഞാൻ വെള്ളം ഒഴിക്കുന്നിടത്ത് നിങ്ങൾ തലയേറ്റ് വന്നു ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ. താൻ തന്റെ വക്കീലിനെ വിളിച്ചിട്ട് വാ. എന്തിന്? തന്നെ പോലെ കുറിച്ചങ്ങട്ടൊരു വേലക്കാരനെ എത്ര നാൾ വെച്ച് പൊറപ്പിക്കുന്നു എനിക്കൊന്ന് ചോദിക്കണം. വേലക്കാരനോ? പിന്നെ ഞങ്ങളെ ബന്ധുക്കളെ പോലെ ഇവിടെ കഴിച്ചു വിടണേ. ഇപ്പൊ പോലെയാ? ആരാ? അഡ്വക്കേറ്റ് PS നെന്മാറയുടെ വീടല്ലേ ഇത്? അല്ല, എന്റെ മോൻ പത്മനാഭന്റെ വീടാ. വക്കീല് മേലെ വാടകയ്ക്ക് താമസിക്കുക. മിസ്റ്റർ, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും ഫോൺ ചെയ്താലൊന്നും ഇല്ലാത്ത ബെന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ലേ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്ത് വേണം? അഡ്വക്കേറ്റ് ഓഫീസിൽ വന്ന് കാണണം. സി ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. ഞാൻ മലയാള ബന്ധു പത്രത്തിൽ നിന്ന് വരികയാണ്. നിങ്ങൾ എവിടെ നിന്നായാലും ശരി, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. സർ, ഞാൻ ബെന്നിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വന്നതാണ്. മീറ്റ് ചെയ്യാൻ പറ്റില്ല. സർ, ആരാണ് ഈ ബെൻ? കുട്ടി, നേരം വെളുത്തപ്പോ തൊട്ട് ഇതേ ചോദ്യത്തിന് പലരോടും മറുപടി പറഞ്ഞ് ഫെഡപ്പ് ആയിരിക്കാം ഞാൻ. ബെൻ താമസിക്കുന്നത് ഇവിടെയല്ലേ? ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ അയാളെ കാണാമെന്ന് ഒരാളും വ്യാമോഹിക്കണ്ട. കുഞ്ഞിക്കണ്ണ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലെന്ന്. അത്ര പെട്ടെന്ന് റെഡി ആവുന്ന സാറും വ്യാമോഹിക്കണ്ട. എന്തിനാ നിൽക്കുന്നത്? സർ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. അതിനുമപ്പുറം ശരണാലയ എന്ന നോവൽ എഴുതിയ ബെന്നിന്റെ ഒരു ആരാധികയാണ്. ഞാൻ എത്ര നേരം വേണേലും കാത്തിരിക്കാം. സാർ എത്ര വഴക്ക് പറഞ്ഞാലും അദ്ദേഹത്തെ കണ്ടിട്ടേ ഞാൻ പോകൂ. ഓഹോ, എഴുത്തുകാരനോട് ആരാധന തോന്നാൻ മാത്രം ആ പുസ്തകം അത്രക്ക് ഭയങ്കരമാണോ? സാർ വായിച്ചിട്ടില്ലേ? ഞാനോ? എന്താ കുട്ടിയുടെ പേര്? മാനസ. മാനസക്ക് ബെന്നിനെ കണ്ടേ ഒക്കൂ അല്ലേ? ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു. എങ്കിൽ സത്യം പറയാം, മാനസ ബെന്നിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് ബെൻ. കുട്ടിയോട് ഈ രഹസ്യം ഒളിപ്പിക്കാൻ തോന്നുന്നില്ല. ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത്. ഇന്റർവ്യൂക്കാർ വരും തരില്ല. ഐ എം എ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ്. കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ബെൻ എന്റെ തൂലികാനാമമാണ്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല.
ആദ്യമൊന്നും എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ കഴിയുമെന്ന്. അവാർഡ് കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചതുമില്ല. ശരണാലയം ഈസ് എ ഗ്രേറ്റ് വർക്ക്. യെസ് യെസ്. സർ, എനിക്കൊരു ഇന്റർവ്യൂ. പിന്നെ ആവാം, അതൊക്കെ പിന്നെ ആവാം. പുതുതായി വല്ലത് എഴുതുന്നുണ്ടോ? രണ്ടാമത്തത് കഴിയാറായി. പേര്? പേര് പേര് നരിച്ചീറുകൾ. തീം എന്താണ് സർ? തീം അത് ഈ നരികൾ ചീറുന്നതും ഒക്കെ ആയിട്ടുള്ള ചില സംഭവങ്ങളാണ്. നരിച്ചീറുകൾ. നരി ചേർന്നതോ? പറഞ്ഞ അത് നമുക്ക് പിന്നെ കാണാം. സർ, സർ, സാറിന് ഇഷ്ടപ്പെട്ട പാശ്ചാത്യ എഴുത്തുകാരൻ ആരാണ്? പാശ്ചാത്യം ബെൻ കിങ്സ്ലി. അതുകൊണ്ടാണല്ലോ ഞാനും ബെൻ എന്ന് പേരിട്ടത്. ബെൻ കിങ്സ്ലിയോ? അത് ഗാന്ധിയിൽ അഭിനയിച്ച നടനല്ലേ? അല്ലല്ല, അത് വേറെ, ഇത് വേറെ.